ഹേയ് ഫോക്സ്, വെൽക്കം ബാക്ക്. ഒരു പേനയും പേപ്പറും ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ നിന്നുപോയ ജീവിതത്തെ ഒന്നുകൂടെ പുഷ് സ്റ്റാർട്ട് ചെയ്ത് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എങ്ങനെ, അല്ലെങ്കിൽ വ്യക്തത ഇല്ലാത്ത ഒരു ജീവിതത്തിൽ വ്യക്തത കൊണ്ടുവരുന്നത് എങ്ങനെ, ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ പറഞ്ഞിരുന്നു. ഐ ആം ഹിപ്നോട്ടിസ്റ്റ് നാഫി ഫ്രം ഹിപ്നോഹാൻസ് ഹിപ്നോട്ടിസം ആൻഡ് മെന്റലിസം അക്കാഡമി. ഈ ലോകത്ത് 100%-ൽ 95% ആൾക്കാരും ചെയ്യുന്നത് ഒരേപോലെയാണ്. അവരുടെയൊക്കെ ജീവിതം ഒരേ ട്യൂണിലും ഒരേ ട്രാക്കിലുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കാണുമ്പോൾ വ്യത്യസ്തമായിട്ട് തോന്നുമെങ്കിലും ഇതിന്റെ ഒക്കെ അടിസ്ഥാനം ഒന്നിനായിരിക്കും. ഒരു സമൂഹം പറഞ്ഞു വെച്ച രീതിക്ക് സഞ്ചരിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ പല കാര്യങ്ങളിലും കംഫർട്ട് സോണിനകത്ത് തന്നെ ഇരുന്ന് പുറത്തേക്ക് കടക്കാൻ താല്പര്യമില്ലാതെ, ആഗ്രഹമില്ലാതെ, ശ്രമമില്ലാതെ നിൽക്കുന്നവരായിരിക്കും. ഇങ്ങനെയുള്ളവർക്കെല്ലാം ഒരേ റിസൾട്ട് ജീവിതത്തിൽ കിട്ടുള്ളൂ. നേരെ മറിച്ച് ആ 5%-ൽ കുറവുള്ള ആൾക്കാർ, ഈ ലോകത്തിലെ 5%-ൽ മാത്രം കുറവുള്ള 5%-ൽ കുറവ് മാത്രമുള്ള ആൾക്കാരാണ് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുകയോ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ മനുഷ്യൻ എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് അതുപോലെ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവർക്ക് കിട്ടുന്ന റിസൾട്ട് എല്ലാം തുല്യരായിരിക്കും. ഈ ലോകത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള നമ്മൾ കാണുന്ന 5% ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അവരെ പോലെ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളിൽ സൂക്ഷ്മത പുലർത്തി അത് നമ്മുടെ ഹാബിറ്റ് ആയിട്ട് കൊണ്ടുവന്ന് നമ്മുടെ കംപ്ലീറ്റ് ലൈഫ് നമുക്ക് മാറ്റാൻ കഴിയും. ഒരു കോട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് തുടങ്ങുകയാണ്. ഡോണ്ട് ഡിസൈഡ് യുവർ ഫ്യൂച്ചർ, ഡിസൈഡ് യുവർ ഹാബിറ്റ്സ്, യുവർ ഹാബിറ്റ്സ് വിൽ ഡിസൈഡ് യുവർ ഫ്യൂച്ചർ. അതായത് നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ തീരുമാനിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ നിങ്ങളുടെ ശീലങ്ങളെ, ഹാബിറ്റുകളെ തീരുമാനിക്കുക. ആ ഹാബിറ്റുകൾ നിരന്തരം തുടർന്നുകൊണ്ട് നിങ്ങളുടെ ഭാവി തന്നെ അത് മാറ്റിമറിക്കും. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കുന്ന ചില ഹാബിറ്റുകളും ചില റുട്ടീൻസുകളൊക്കെ ഞാൻ പറഞ്ഞുതരാം വഴിയ ക്ലാസ്സുകളിൽ. അതിനു മുമ്പ് ഇന്നത്തെ ക്ലാസ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എങ്ങനെ ഒരു പേനയും പേപ്പർ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ലക്ഷ്യം കണ്ടെത്താം എന്നുള്ളതാണ്. ഇവിടെ വരച്ചത് നിങ്ങൾ കാണുന്നുണ്ടോ? ചെറുതായിട്ട് ബ്ലർ ആയിട്ടാണെങ്കിലും കാണുന്നുണ്ടോ? ഇവിടെ ഒരു സെന്റർ ഉണ്ട്. ഒരു സെന്ററിൽ ഞാൻ എയിം എന്ന് എഴുതിയിട്ടുണ്ട്. എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യം. നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവും, അല്ലെങ്കിൽ ലക്ഷ്യം ഉണ്ടാവണമെന്ന ആഗ്രഹം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ലക്ഷ്യമുണ്ട്, അതിലേക്ക് എത്തേണ്ട വഴിയൊന്നും അറിയില്ല, ഒരു ക്ലിയർ അല്ലാത്തൊരു രൂപം അവിടെ ഉണ്ട്. അങ്ങനെയുള്ളതിനെ ക്ലിയർ ആക്കി എടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണിത്. നമ്മൾ നമ്മുടെ ലക്ഷ്യം എന്താണോ അത് ഈ ഒരു സെന്ററിലുള്ള ഈ ഒരു പോയിന്റിൽ എഴുതി വെക്കുക. ഇതാണ് നമ്മുടെ ലക്ഷ്യം, അതാണ് നമ്മുടെ ഡെസ്റ്റിനി. മൈൻഡ് മാപ്പിംഗ് എന്നാണ് ഈ ടൂളിന്റെ പേര്. മാപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്ഥലത്തുള്ള ഒരു വേറൊരു എന്തോ ഒന്നിലേക്ക് നമ്മൾ ഇവിടുന്ന് എത്തുന്നതാണ് മാപ്പ്. ആ വഴി കാണിക്കുന്നതാണ് മാപ്പ്, അല്ലെ? അപ്പൊ ആ വഴിയാണ് നമ്മൾ ഇവിടെ എഴുതുന്നത് കൃത്യമായിട്ട്. അപ്പൊ നമുക്ക് എത്തേണ്ടത് നമ്മുടെ ഡെസ്റ്റിനിയിലാണ്. ആ ഡെസ്റ്റിനി ആദ്യം വരയ്ക്കുക. വരച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കിട്ടാത്തവരെന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഡെസ്റ്റിനി എന്താണെന്നാണ് തോന്നുന്നത്, അത് നിങ്ങൾ എഴുതുക. ഉറപ്പില്ല, ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നതെങ്കിൽ, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നെങ്കിൽ എഴുതുക. എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്ക് എത്തുമ്പോൾ മനസ്സിലാവും ഇതെന്റെ ഡെസ്റ്റിനി ആണോ അല്ലയോ എന്നുള്ളത്. ഇങ്ങനെ കൺഫ്യൂഷനുള്ള ആൾക്കാർ പെട്ടെന്ന് എനിക്ക് നാളെയും മറ്റന്നാളും സക്സസ് ആവണം എന്നുള്ള ചിന്ത വെക്കാൻ പാടില്ല. നിങ്ങൾ ചെയ്യേണ്ടത് സമയം കൊടുക്കുക, ജീവിതത്തിന് സമയം കൊടുക്കുക. സമയം കൊടുത്താൽ മാത്രമേ നമുക്കത് പരിഹരിക്കാൻ പറ്റുള്ളൂ. 20 or 25 വയസ്സൊക്കെ മിനിമം ഉള്ള ആൾക്കാരായിരിക്കും ഇന്ന് ഈ വീഡിയോ കാണുന്നത്, അല്ലെ? ആ വീഡിയോ കാണുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കുകയാണ്, ഇത്രയും കാലം നമ്മൾ പഠിച്ച പല കാര്യങ്ങളും നമുക്ക് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ മാറ്റി മറിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ചിലപ്പോ വർഷങ്ങൾ കൊണ്ട് വളർന്ന മരം ഒറ്റ സെക്കൻഡ് കൊണ്ട് വെട്ടി ഇല്ലാതാക്കാൻ സാധിക്കും. പക്ഷെ അതുപോലൊരു മരം നമുക്ക് നാച്ചുറലി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. അതിന് സമയം കൊടുക്കണം, വിത്ത് നടണം, അത് മുളക്കണം, അത് വലുതായി 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 വളമിട്ട് വലുതായി വരണം. അതിന് നമ്മൾ സമയം കൊടുത്തേ പറ്റൂ. ആ സമയം കൊടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്ത് വെക്കുക. ഇനീഷ്യേറ്റീവ് ആയിട്ട് നിങ്ങളുടെ ലക്ഷ്യം ഒന്ന് എഴുതുക, അല്ലെങ്കിൽ ഇതാണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് തോന്നുന്നത് ഒന്ന് എഴുതി വെക്കുക. ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. ഞാനാണെങ്കിൽ ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷനെ ഹെൽപ്പ് ചെയ്ത ഒരു മെന്ററും, അതേപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചാരിറ്റബിൾ സൊസൈറ്റികളുടെ MD-യും ആവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു പൊസിഷനിൽ ഞാൻ എന്നെ കാണുക. അതിന്റെ തൊട്ട് താഴെ, ആ പൊസിഷനിലേക്ക് ഞാൻ എത്തുന്നതിന്റെ തൊട്ട് മുമ്പ് ഞാൻ എന്താവണം, എന്തായിരിക്കും എന്നുള്ളത് ആലോചിക്കുക. ഇത് ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഒരു കോഫി ഷോപ്പ് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളുടെ ആഗ്രഹവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞുതരാം. അയാളുടെ ഏറ്റവും സെൻട്രലിൽ വരുന്ന കാര്യം എന്ന് പറഞ്ഞത് കോഫി ഷോപ്പ് തന്നെയായിരിക്കണം. ഞാനൊരു കോഫി ഷോപ്പ് ഓണറായി, നല്ല സെയിൽസ് ഉള്ള, നല്ല കച്ചവടമുള്ള ഒരു കോഫി ഷോപ്പാണ് ഇവിടെ എന്നുള്ളതാണ് അയാളുടെ ലക്ഷ്യം. അതിന്റെ തൊട്ട് താഴെ എന്താണ് വരേണ്ടത്? ആ കോഫി ഷോപ്പ് നിലനിന്ന് പോകണമെങ്കിൽ അവിടെ ബിസിനസ് നടക്കണം. അവിടെ ബിസിനസ് നടന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കണം. അപ്പൊ അതിന്റെ തൊട്ട് താഴെയുള്ള പോയിന്റ് പ്രോഫിറ്റ് ജനറേഷൻ എന്നായിരിക്കണം. പ്രോഫിറ്റ് ജനറേഷന്റെ തൊട്ട് താഴെ ബിസിനസ് നടക്കണം എന്നുള്ള പോയിന്റ് ആയിരിക്കണം. അതിന്റെ താഴെയുള്ള പോയിന്റ് എന്താ? ബിസിനസ് നടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടത്തേക്ക് കസ്റ്റമേഴ്സ് വന്നു പോകണം. കച്ചവടം നടക്കണമെങ്കിൽ അവിടെ കസ്റ്റമർ വരണം, പ്രൊഡക്റ്റ് സെയിൽ നടക്കണം. ആ കസ്റ്റമേഴ്സിനെ വരുത്തുക എന്നുള്ള സാധനം എടുക്കുക, കസ്റ്റമേഴ്സിനെ ഷോപ്പിലേക്ക് വരുത്തുക. അതിന്റെയും താഴെയുള്ള പോയിന്റ് എന്തായിരിക്കണം?
കസ്റ്റമർ ഷോപ്പിലേക്ക് വരണമെങ്കിൽ നമ്മുടെ ഷോപ്പ് ആക്സസിബിൾ ആയിട്ടുള്ള പ്ലേസിലായിരിക്കണം. അതേപോലെ സർവീസ് അടിപൊളിയായിരിക്കണം. സർവീസ് എന്ന് പറയുമ്പോൾ ഫുഡ് വിടും, അവിടുത്തെ നമ്മുടെ സർവീസ് വിടും, നമ്മുടെ ആംബിയൻസ്, നമ്മുടെ ക്ലീനിങ്, നമ്മുടെ ഫുഡിന്റെ പൈസ, ഇതൊക്കെ പെടും. ആ ഒരു പോയിന്റ് നമ്മൾ അടുത്ത എഴുതി വെക്കുക. ഇത് കോഫി ഷോപ്പ് തുടങ്ങുന്ന ഒരാളെ ഉദാഹരണമാക്കി എടുത്തതാണ്. നിങ്ങളുടെ പലരുടെയും ആഗ്രഹങ്ങൾ പലതായിരിക്കും. പോലീസ് ആവണം എന്നുള്ള ഒരാളാണെങ്കിൽ അതിനു മുമ്പ് പോലീസ് ആയി അയാൾ ഭയങ്കര റാങ്കിൽ എത്തുന്നതിന് മുമ്പ് എവിടെയെങ്കിലും ട്രെയിനിങ്ങിന് പോകുന്നതായിട്ട് വിചാരിക്കുക. ട്രെയിനിങ്ങിന് പോകുന്നതിന്റെ മുമ്പ് അയാൾ ഇതിന്റെ പരീക്ഷ ചെയ്യുന്നതായിട്ട് വിചാരിക്കുക, അല്ലെങ്കിൽ റിസൾട്ട് വരുന്നതായിട്ട് വിചാരിക്കുക. അതിനു മുമ്പ് അതിന്റെ പരീക്ഷ എഴുതുന്നതായിട്ട് വിചാരിക്കുക. ഇങ്ങനെ നമ്മൾ എത്തേണ്ട സ്ഥാനത്ത് നിന്ന് നമ്മൾ താഴോട്ടേക്ക് ചിന്തിച്ച് വരിക. മുകളിലായിട്ടൊക്കെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ വരിക, ക്ലാരിറ്റി ഇല്ലാതാവുക. നമ്മൾ മുകളിൽ നിന്നും താഴോട്ടേക്ക് ചിന്തിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായൊരു രൂപം കിട്ടും. എന്നിട്ട് നമ്മൾ താഴെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസത്തിലേക്കാണ് എത്തുക. ഒരു ദിവസത്തിലേക്ക് ഈ ദിവസം ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. കോഫി ഷോപ്പിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു, ലാസ്റ്റ് പറഞ്ഞത് സർവീസ് ക്ലിയർ ആക്കുക എന്നതാണ്. സർവീസ് ക്ലിയർ ആക്കാൻ വേണ്ടി അയാൾ അവിടെ വരുന്നു. അങ്ങനെ സർവീസ് ക്ലിയർ ആക്കിയ ആള് അതിന്റെ തൊട്ട് മുമ്പ് ചെയ്യേണ്ട എന്താണ്? സർവീസ് ക്ലിയർ ആക്കണമെങ്കിൽ നല്ല സ്റ്റാഫിനെ കണ്ടെത്തണം അല്ലെ? സ്റ്റാഫിനെ കണ്ടെത്തുക, നല്ല സ്റ്റാഫിനെ കണ്ടെത്തുക എന്നുള്ളത് കൊടുത്തു. സ്റ്റാഫിനെ കണ്ടെത്തുന്നതിന് മുമ്പാണെങ്കിൽ നല്ല പരസ്യം കൊടുക്കുക എന്നുള്ളതായി. നല്ല പരസ്യം കൊടുക്കുക, സ്ഥാപനത്തിന്റെ ഫോട്ടോയും പേരൊക്കെ വെച്ചിട്ട് ഇവിടെ സ്റ്റാഫിനെ വേണം എന്നുള്ള പരസ്യം കൊടുക്കുക എന്നതായി. അതിന്റെ മുമ്പ് എന്തായി? ഈ സ്ഥാപനത്തിന്റെ പണിയൊക്കെ കഴിഞ്ഞ് ഭംഗിയാക്കി വെക്കുക എന്നുള്ളതായി. അതിന്റെ മുമ്പ് എന്തായി? എന്റെ സ്ഥാപനം ഞാൻ കെട്ടിപ്പടുത്തുയർക്കുക എന്നുള്ളതായി. അതിന്റെ മുമ്പ് എന്തായി? സ്ഥാപനത്തിന് വേണ്ടി ഞാനൊരു സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനു മുമ്പ് സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ വാങ്ങാനുള്ള പണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനു മുമ്പ് ഈ പണം ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ചില ജോലികൾ കഷ്ടപ്പെട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ലോണൊന്നും എടുക്കാത്ത രീതിയിൽ ഞാൻ ഇത് ചെയ്യണമെങ്കിൽ കുറച്ച് സമയം എടുക്കും എന്നുള്ള ആക്സെപ്റ്റൻസിയോട് കൂടി മറ്റേതെങ്കിലും ജോലിയിൽ കുറച്ചു കാലം തുടർന്ന് കുറച്ച് ഫണ്ട് സ്വരൂപിക്കുക എന്നുള്ളതാണ്. ഫണ്ട് സ്വരൂപിക്കാനും ഈ ക്ഷമയൊക്കെ ഉണ്ടാവണമെങ്കിലും നമ്മൾ ഒരു മൈൻഡ് സെറ്റ് അച്ചീവ് ചെയ്യണം. ലേണിംഗ് മൈൻഡ് സെറ്റും അതുപോലെ ഓണ്ടർപ്രനർ മൈൻഡ് സെറ്റും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ബിസിനസ് ചെയ്യുന്ന ഒരാൾ ക്ഷമയോടെ കാത്തിരിക്കണം. അയാളുടെ ബിസിനസ് അയാൾ മനസ്സിൽ എന്നും കാണുകയും അത് ക്ഷമയോടെ കാത്തിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് അവിടെ ഈസി ആയിട്ട് എത്താൻ പറ്റും. ഇപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടി, ഞാൻ ആദ്യം കുറച്ച് ഫണ്ട് ജനറേറ്റ് ചെയ്യണം, അതിനുവേണ്ടി ഞാനൊരു സ്ഥലത്ത് ജോലിക്ക് പോകണം. ഈ ജോലിക്ക് പോകുന്ന സമയത്ത് പോലും നമുക്കത് മാനസികമായിട്ട് ഓക്കെ അല്ല. ഞാൻ ബിസിനസ് ചെയ്യേണ്ട ആളാണ്, ഞാൻ ഈ ജോലി ചെയ്ത് ജീവിക്കുന്ന എന്തിനാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അയാൾ മനസ്സിനെ ക്രമീകരിക്കണം, മനസ്സിനെ താളത്തിലാക്കണം. ഇതിന് അയാൾ ചില ശീലങ്ങൾ ചെയ്യേണ്ടി വരും. സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള കുറച്ച് ശീലങ്ങളാണ് അടുത്ത എപ്പിസോഡിൽ, അടുത്ത വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതുവരെക്കും മൈൻഡ് മാപ്പിങ്ങിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് തന്നു എന്ന് കരുതുന്നു. ഇതിനെ സംബന്ധിച്ചുള്ള ഡൗട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും സെക്കൻഡ് പാർട്ട് ചെയ്യേണ്ട ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ട് എന്തായാലും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ കമന്റുകൾ താഴെ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.